ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൽ ഭീഷ്മപർവാവിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അർജുനനോട് മഹാഭാരത യുദ്ധം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശങ്ങളും അടങ്ങിയതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ ഗീതയ്ക്ക് ശരിയായ വ്യാഖ്യാനം ലോകത്ത് ആർക്കും സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ 2 വർഷം മുമ്പ് തമിഴിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. ഏതായാലും ഞാൻ തന്നെ ഈ ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം പറഞ്ഞ് കേൾക്കുന്നവർ ശരിക്കും. പക്ഷേ ദിസ് ഈസ് വർക്ക് അറ്റംപ്റ്റ്, ഒരു ചെറിയ അറ്റംപ്റ്റ് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് വിജയിക്കുന്ന എന്നോട് ഒരുപാട് ആൾക്കാർ മലയാളത്തിൽ പറയാൻ അപേക്ഷിച്ചിരുന്നു. അതനുസരിച്ച് ഞാൻ പറയുന്നു. ഏതായാലും നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൗരവസേനയും പാണ്ഡവസേനയും കൂടി യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് അർജുനൻ മഹാവിഷ്ണുവിനോട്, അതായത് സാക്ഷാൽ കൃഷ്ണനോട്, തേരാളിയോട് അപേക്ഷിക്കുകയാണ്, ഞാനിത് കാണാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അത് ആരൊക്കെ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിലേക്ക് ശ്രീകൃഷ്ണനോട് ഒന്ന് രഥം നിർത്തുവാൻ അപേക്ഷിക്കുന്നു. അതനുസരിച്ച് ശ്രീകൃഷ്ണൻ നിർത്തുന്നു. യുദ്ധക്കളത്തിൽ അദ്ദേഹം എല്ലാവരെയും കണ്ട് മയങ്ങി വീഴുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ചുരുക്ക സംഭവം. അതിൻ്റെ തുടക്കം എങ്ങനെ ചോദിച്ചാൽ, ധൃതരാഷ്ട്രൻ കൗരവസേനയുടെ അച്ഛൻ, ദുര്യോധനൻ്റെ 100 പേരുടെയും അച്ഛനായ ധൃതരാഷ്ട്രൻ സഞ്ജയൻ എന്ന തൻ്റെ മന്ത്രിയോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം യുദ്ധകളത്തിൽ പോയിട്ടില്ല. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മമക പാണ്ഡവച്ചൈവ കിമ കുർവത സഞ്ജയ. കുരുക്ഷേത്രം യുദ്ധങ്ങൾ മാത്രം നടന്നിരിക്കുന്നതുമായ സ്ഥലമാണല്ലോ. അവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മമക പാണ്ഡവച്ചൈവ കിമ കുർവത സഞ്ജയ. എൻ്റെ പുത്രന്മാരും, അതായത് കൗരവസേനയും ദുര്യോധനാദികളാൽ നിർമ്മിക്കപ്പെട്ട കൗരവസേനയും എൻ്റെ സഹോദരനായ പാണ്ഡുപുത്രന്മാർ നിന്നിരിക്കുന്ന പാണ്ഡവസേനയും മമക പാണ്ഡവച്ചൈവ കിമ കുർവത സഞ്ജയ അവിടെ എന്ത് ചെയ്യുന്നു ഒന്ന് എനിക്ക് കാണിച്ചു പറയണം എന്ന് മന്ത്രി സഞ്ജയനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ നോക്കൻ, പാപികളിൽ വെച്ച് മഹാഭാവി എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, മഹാഭാവികളിൽ വെച്ച മഹാഭാവിയുടെ ചക്രവർത്തിയാണ് ആര്? ധൃതരാഷ്ട്രൻ. അതെന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? പറയാം. മനുഷ്യജന്മത്തിൽ നമ്മൾ 3 വിധം പാപപുണ്യങ്ങൾക്ക് അടിമയാണ്. ഒന്ന്, മാതാപിതാക്കൾ ചെയ്യുന്നതിൻ്റെ ഒരംശം, പുണ്യമായാലും ശരി പാപമായാലും ശരി ഏതായാലും ശരി, അതിൻ്റെ ഒരംശം. രണ്ടാമത്, പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപപുണ്യങ്ങളുടെ അംശം, അതും പാപമായാലും ശരി പുണ്യമായാലും ശരി അതിൻ്റെ ഒരംശം. മൂന്നാമത്, ഈ ജന്മത്തിൽ, മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം, അതും പാപമായാലും പുണ്യമായാലും ശരി. ഇത് 3 നമ്മൾക്ക് അനുഭവിക്കണം. ഇവിടെ നോക്കാൻ, പക്ഷേ സാധാരണഗതിയിൽ ഈ 3ൻ്റെ അംശങ്ങൾ കുറേശ്ശെ ഉണ്ടാവുള്ളൂ. ഇവിടെ ധൃതരാഷ്ട്രയ്ക്ക് 3 വന്നിരിക്കുന്ന പാപങ്ങൾ, വളരെയധികം പാപം അദ്ദേഹം പിന്നെയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. മാതാപിതാക്കൾ ചെയ്യുന്നതിൻ്റെ അംശം അദ്ദേഹത്തിന് കിട്ടി. അതെന്താ? മാതാപിതാക്കൾ ചെയ്യുന്ന അംശത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനാരാണ്? വേദവ്യാസൻ.
അതായത് സത്യവതിക്കുണ്ടായ 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ചിത്രാംഗൻ, വിചിത്രവീരൻ. വിചിത്രവീരൻ ചിത്രാംഗതൻ മൂത്തവനും വിചിത്രവീരൻ രണ്ടാമത്തവനും. ഇങ്ങനെ 2 പുത്രന്മാർ. ഇവരെ കാശി രാജാവിൻ്റെ പുത്രികളായ അംബിക, അംബാലിക എന്ന് 3 പേരാണ് ഉള്ളത്. അംബിക, അംബാലിക. അതിൽ അമ്പയുടെ കഥ വേറെ, അത് പോട്ടെ. അംബിക അംബാലികയെ വിചിത്രവീരനും ചിത്രാംഗതനും വിവാഹം കഴിച്ചു. അതിൽ ചിത്രാംഗതൻ ഒരു യുദ്ധത്തിൽ പോയി ചിത്രാംഗതൻ എന്ന പേരോടുകൂടിയ ഒരു രാക്ഷസനാൽ വധിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞു. വിചിത്രവീരൻ ഒരുപാട് കാമശക്തിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് സ്ത്രീലോലുപനായി രോഗബാധിതനായി അദ്ദേഹവും മരിച്ചു. അപ്പോൾ 2 വിധവകളായി അവിടെ രാജ്യത്ത്. ചിത്രാംഗതൻ്റെയും വിചിത്രവീരൻ്റെ ഭാര്യമാരും, അംബിക, അംബാലിക. അപ്പോൾ രാജ്യത്ത് രാജാവില്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമാണ്. രാജാവില്ലെങ്കിൽ, ഒരു കുടുംബത്തിൽ തലവനില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ. എങ്ങനെയും അരാജകത്വം ധാരാളം ഉണ്ടാവും. അപ്പോൾ സത്യവതി തൻ്റെ മൂത്ത പുത്രനാണ്. ആരാണ്? വേദവ്യാസൻ. സത്യവതിക്ക് മൂത്ത പുത്രനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഇങ്ങനെ രാജ്യം അനാഥപ്പെട്ടു പോകും, അതുകൊണ്ട് ഇവരിൽ ഈ 2 പുത്രന്മാരിൽ ബന്ധം വളർത്തി സന്താനഭാഗ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. ആ കാലത്ത് അത് പതിവുണ്ട്, അങ്ങനെയൊരു പതിവുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ സഹോദരൻ്റെ ഭാര്യയെ രാജ്യം ഭാരം ഏൽപ്പിക്കാൻ, രാജാവാകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നൊരു സിസ്റ്റം ഒന്നുണ്ടായിരുന്നു. അതനുസരിച്ച് വേദവ്യാസൻ ഇവരെ ശ്രമിക്കുന്നു. അത് വിചിത്രവീരൻ്റെയും ചിത്രാംഗതൻ്റെയും അംബികയും അംബികയ്ക്ക് പറക്കുന്ന കുട്ടി. അംബിക ഇവരെ വേദവ്യാസൻ സമീപിച്ചപ്പോൾ അറയ്ക്കുന്ന പോലെ കാട്ടി. അതിൻ്റെ ഫലമായി അവർക്ക് വീണു പാണ്ഡു, ശരീരം മുഴുവൻ പാണ്ടായ പാണ്ഡുപുത്രൻ ജനിക്കപ്പെട്ടു. വിചിത്രവീരൻ്റെ ഭാര്യ ബാലിക വേദവ്യാസൻ സമീപിച്ചപ്പോൾ കണ്ണ് 2 പൊത്തി, അറയ്ക്കുന്ന പോലെ കണ്ണ് 2 പൊത്തി. അതിൻ്റെ ഫലമായി ധൃതരാഷ്ട്ര ജന്മം നൽകി. ധൃതരാഷ്ട്രക്ക് കണ്ണില്ലാതെയായി. അപ്പോൾ അമ്മ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് കിട്ടി. ഇനി വേറെ ഒരു കാര്യമുണ്ട് ഇതിൽ. ഒരാൾ അറയ്ക്കുന്ന പോലെയും കാട്ടി, മറ്റേ ആൾ കണ്ണ് പൊത്തുന്ന പോലെയും കാട്ടി. ഇതിനെന്താ കാരണം? കാരണം വേദവ്യാസ മഹർഷി സുന്ദരനല്ല. അദ്ദേഹം ശരീരമാകലം പാണ്ടുള്ള ഒരു വ്യക്തിയാണ്. കണ്ടാൽ അറയ്ക്കും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. ഒരാൾ അറയ്ക്കുന്ന പോലെ കാട്ടി, മറ്റൊരാൾ കണ്ണുപൊത്തി. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ആദ്യം പറഞ്ഞ മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കിട്ടി. എന്താ? കണ്ണ് 2, അമ്മ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കണ്ണ് 2 ഇല്ലാതെ അന്ധനായി. പക്ഷേ രാജാവായി പറഞ്ഞു, നല്ല മനുഷ്യജന്മം സൃഷ്ടിക്കപ്പെട്ടു, നല്ല രാജാവായി. അതിനെന്താ കാരണം? വേദവ്യാസൻ്റെ പുത്രനായി. അപ്പോൾ പാപവും പുണ്യവും കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞു. ഓക്കെ, ഈ ജന്മത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം സഹോദരൻ്റെ കുട്ടികൾക്ക് രാജ്യമോ സ്ഥലമോ വീടോ ഒന്നും നൽകിയില്ല. അവരെ പരമാവധി ദ്രോഹിച്ചു. പുത്രസ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ്, പുറം കണ്ണ് മാത്രമല്ല അകം കണ്ണും ബന്ധിക്കപ്പെട്ടു. മനുഷ്യന് ആകെ നമുക്ക് കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന 2 കണ്ണാണ്. ഒന്നിത്. പക്ഷെ വേറൊരു അകക്കണ്ണ് പറയുന്നുണ്ട്. ഈ അകക്കണ്ണിൽ നമ്മൾ ഏത് രീതിയിൽ മനുഷ്യനെ കാണുന്നു, അതും ഒരു ഫലമായി കണക്കാക്കണം. ഇവിടെ സ്വന്തം സഹോദരനായ പാണ്ഡുപുത്രർക്ക് ഇദ്ദേഹം രാജ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അതിനൊക്കെ ഉപദ്രവിച്ചു. പക്ഷേ അദ്ദേഹം ചെയ്തില്ല, സ്വന്തം പുത്രന്മാർ ചെയ്തു.
അതിന് അദ്ദേഹം കൂട്ടുനിന്നു. അങ്ങനെയല്ലോ അച്ഛനമ്മമാർ ചെയ്യുന്നതാണല്ലോ കുട്ടികൾ ചെയ്യുക. അപ്പോൾ അദ്ദേഹം തടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് നമ്മൾ ഊഹിക്കാം. ദുര്യോധനായതുകൊണ്ട് അത് സംഭവിക്കില്ല. എങ്കിലും ജനറലായി പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, അത് അദ്ദേഹം ചെയ്തില്ല. അതിൻ്റെ വിളവെന്തായിരുന്നു? കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചുപോയി. അവരുടെയെല്ലാം ഭാര്യമാർ വിധവകളായി, കുട്ടികൾ അനാഥയായി. അങ്ങനെ അദ്ദേഹം പാപത്തിൻ്റെ മേൽ പാപം ചെയ്തു കൂട്ടി. കഴിഞ്ഞോ? ഇല്ല. ഇപ്പം രാജാവേ ആയിട്ടുള്ളത്, ചക്രവർത്തി ആയിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാപി ചക്രവർത്തി, ഇപ്പം മഹാഭാവി ആയിട്ടുള്ളൂ. ഇനിയാണ് ചക്രവർത്തി ആവാൻ പോണം. ചക്രവർത്തി ആവാൻ പോണം. നമ്മളെന്താവും? നമുക്ക് 2 കണ്ണില്ല, ദൈവം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടറെ സമീപിക്കും. ആ കണ്ണ് വീണ്ടും കിട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു അന്ധനെ കൊണ്ട് ഒരു ഡോക്ടർ, ഇന്ന ഡോക്ടർ ശുശ്രൂഷിച്ച ആ രോഗം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആ ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ അടുത്ത ആളെ സമീപിക്കും. തന്നെ കണ്ണ് വീണ്ടും കിട്ടാനുള്ളതാണ് ചെയ്യുക. ഇവിടെ ധൃതരാഷ്ട്രം എന്താ ചെയ്തത്? കണ്ണ് വീണ്ടും കിട്ടാനല്ല. കാരണം യുദ്ധം നിശ്ചയിക്കപ്പെട്ടപ്പോൾ വേദവ്യാസൻ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം പറഞ്ഞ് അവസാനം ധൃതരാഷ്ട്രത്തെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പലതും ഉപദേശിച്ചു നോക്കി, യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ യുദ്ധക്കളത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ദിവ്യദൃഷ്ടി തരാം. അപ്പോൾ മനസ്സിലാവും എന്ത് ഇതിൻ്റെ വിളവെന്തായിരിക്കും, ഇതിൻ്റെ ഇത്രയും വലിയ യുദ്ധത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞറിയോ? വേണ്ട, എനിക്ക് ദിവ്യദൃഷ്ടി വേണ്ട, സഞ്ജയന് കൊടുക്കൂ, എൻ്റെ മന്ത്രിയായ സഞ്ജയ്, എനിക്കത് കാണാൻ കഴിയില്ല. നോക്കൻ, അവിടെ തെറ്റ് ചെയ്തു. ആ ദിവ്യദൃഷ്ടി കിട്ടിയിരുന്നെങ്കിൽ, അദ്ദേഹം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യുദ്ധത്തിന് പകുതിയെങ്കിലും അദ്ദേഹം നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഫലം കണ്ട് അവിടെയും അദ്ദേഹം പാപം ചെയ്തു. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പാപം. ഇതിലധികം ഏറ്റവും വലിയ ഇതാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ അവിടെ ശ്രീകൃഷ്ണനെ കാണാമായിരുന്നു. കാരണം അർജുനൻ്റെ തേരാളിയായ ശ്രീകൃഷ്ണൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനെ കാണാമായിരുന്നു. അപ്പോൾ ഈ കേൾക്കുന്നവരെന്ത് പറയും? കൃഷ്ണനെ കാണുന്നത് എന്താ അത്ഭുതം? ആ യുഗത്തിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ യുദ്ധത്തിൽ 18 അക്ഷോഹിണിപ്പടിയിലുള്ള ജനങ്ങളുണ്ട്, രാജ്യത്തുള്ള ജനങ്ങളുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനെ കാണുന്ന വലിയൊരു അത്ഭുതമൊന്നുമില്ല. കണ്ണു കിട്ടി, അതുകൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ട് അത്ഭുതമില്ല. ശരിയാണ്, കൃഷ്ണനെ കണ്ടുകൊണ്ട് അത്ഭുതമില്ല. കാരണം ആ സമയത്ത് ജീവിക്കുന്നുള്ള ഒരാളാണല്ലോ, കണ്ടു. ശരി, അതിലധികം ഉപരിയായ ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന് മിസ്സായി. അതെന്താ? അത് നമ്മൾക്ക് ഈ ലോകത്താർക്കും ഇതുവരെ കാണാൻ കഴിയാത്തത്, ഇനി കാണാൻ കഴിയാത്തതും ആയ ഒരു സംഭവം അവിടെ നടന്നു. എന്താണ്? വിശ്വരൂപദർശനം. അർജുനന് മാത്രം കാട്ടിക്കൊടുത്ത വിശ്വരൂപദർശനം. ലോകമെന്താണ്? ലോകത്തെന്ത് സംഭവിക്കുന്നു? എത്ര ദേവന്മാരുണ്ട്? പക്ഷിമൃഗാദികളൊക്കെയാണ്. ഇങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഭഗവാന്റെ വിശ്വരൂപദർശനം കണ്ട 2 വ്യക്തികൾ ആരാണ്? അർജുനനും സഞ്ജയനും. അപ്പോൾ എത്ര വലിയ പാപിയാണ് അദ്ദേഹം നോക്കുന്നത്. എത്ര വലിയ പാപിയാണ്. അപ്പോൾ പാപി ചക്രവർത്തിയായി അദ്ദേഹം. അങ്ങനെയുള്ള പാപിയായ ചക്രവർത്തി ഒടുവിൽ സഞ്ജയനോട് പറയണം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവക മമക പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയാം. സഞ്ജയ, നിനക്ക് ദിവ്യദൃഷ്ടി വേദവ്യാസം തന്നു കഴിഞ്ഞു. ആ ദൃഷ്ടി ഉപയോഗിച്ചിട്ട് കുരുക്ഷേത്രത്തിൽ എന്തെന്ത് സംഭവിക്കുന്നുവെന്ന് അപ്പോഴായി യുദ്ധം അവസാനിക്കുന്നവരെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ടെലികാസ്റ്റ്. അപ്പോൾ ഇത് കാണുന്ന ഭാഗ്യവാനായിരുന്നു സഞ്ജയൻ. ഭാഗ്യചക്രവർത്തി സഞ്ജയനും, ദുഷ്ടചക്രവർത്തി പാപി ചക്രവർത്തി ഇദ്ദേഹമാണ്, ധൃതരാഷ്ട്രം അല്ലേ. അപ്പോൾ സഞ്ജയൻ എന്താ പറഞ്ഞു? സഞ്ജയനുവാചാം
ദൃഷ്ട്വാ തു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യ ഉപസംഗമ്യ രാജാ വചനമബ്രവീത് പശ്വൈതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഗതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം അത്ര ശൂരമകേശ്വാസ ഭീമാർജുനസമായുധി യുയൂഥാന വിരാടസ്യ ധ്രുവതശ്ച മഹാരഥാം ദൃഷ്ടകേതുച്ഛേകിതാന കാശിരാജസ്യ വീര്യവാൻ പുരിജിത് കുന്തിപോരസ്യ ശൈവശ്ച നരപുങ്കവാം യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജസ്യ വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയച്ഛ സർവയേവ മഹാരഥാം. ഇവിടെ ഈ പ്രഥമോധ്യായത്തിൽ 3 ഘട്ടങ്ങളായിട്ടാണ് വേദവ്യാസൻ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംഭവങ്ങൾ, സംസാരം. രണ്ടാമത്, ദുര്യോധനൻ കാട്ടുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമത്തവൻ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണം. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തിൽ പറയുന്ന സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, ഈ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, എനിക്കൊന്ന് കാട്ടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സഞ്ജയൻ ദിവ്യദർശി കൊണ്ട് അവിടെ നോക്കി. അപ്പോൾ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു കൊടുക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യ ഉപസംഗമ്യ രാജാ വചനമബ്രവീത് പശ്വൈതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഗതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ദുര്യോധനൻ പിന്നെ ഗുരുക്കന്മാരെ വിളിച്ച് പറയണം. എന്താണ്? നമ്മുടെ പാണ്ഡവസേന അതാണ് നിരന്നിരിക്കുന്നത്. ആരാൽ? ദ്രുപദപുത്രനാണ് പാണ്ഡവസേനയുടെ. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഇങ്ങനെ നിൽക്കുന്ന അവിടെ ആരൊക്കെയാണ് ഉള്ളത്? മഹാരഥന്മാരാണ് ഉള്ളത്. അത്ര ശൂരമകേശ്വാസ ഭീമാർജുന സമായുധി. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, യുധാമന്യു, വിക്രാന്തൻ, വീര്യവാൻ, ഇങ്ങനെ സൗഭദ്രൻ, ദ്രൗപദേയച്ഛ, ഇങ്ങനെ മഹാരഥന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാ പറയുന്നത്? ദുര്യോധനൻ ഇയാളോട് പറയണോ, തൻ്റെ ഗുരുവിനോട് വിളിച്ചു പറയുന്നതാണത്. ഇങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മളുടെ എതിർപക്ഷത്തെ മറുവശത്തുള്ള പാണ്ഡവ സൈന്യ ഇത്രത്തോളം ശക്തമായിരിക്കുന്നു എന്ന് പറയണം. അത് കഴിഞ്ഞോ? ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയണത്? അല്ലയോ ഗുരു, ഇനി നമ്മുടെ സേനയിൽ എന്തൊക്കെയാണ്? നമ്മുടെ ഒരു ഭാഗത്ത് 18 അക്ഷോഹിണി, മറ്റൊരു ഭാഗത്ത് 18 അക്ഷോഹിണിയിൽ 11ഉം 7ഉം. ഇവർക്ക് 11, പാണ്ഡവർക്ക് 7. 11 18 അക്ഷോഹിണി പണികളാണ്. അപ്പോൾ 11ഉം 7 അക്ഷോഹിണി പറ്റിയാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി 18 അക്ഷോഹിണി ആരുടെയാണ്? ദുര്യോധന സൈനികയുടെ 18 അക്ഷോഹിണിയെ പറ്റി അദ്ദേഹം പറയുന്നത് എന്താ നോക്കാം. ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സവിജിഞ്ജയ അശ്വത്ഥാമപി കർണച്ച സൗമദത്യജയദ്രജ അന്വേഷോ ഭഗവശൂര മദത്തെ തക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ അപര്യാപ്തം ത്വതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തുതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം.
ഭവാൻ ഭീഷ്മച്ച കർമ്മച്ച, താങ്കളാൽ വഹിക്കുന്ന ഭീഷ്മൻ സാക്ഷാൽ ഭീഷ്മൻ, ഗംഗാപുത്രൻ ഭീഷ്മൻ നയിക്കുന്ന ഈ സേനയിൽ താങ്കളടക്കം. പിന്നീടാണ് കർണൻ, കൃപച്ച സമീചയ അശ്വത്ഥാമ എന്ന മഹാരഥൻ, വികർണൻ, സോമദത്യർജന, ഭഗവശൂര മതത്തെ തത്വജീവിത. ഇങ്ങനെ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം, പര്യാപ്തം ത്വതമേതേഷാം ബലം ഭീഷ്മാഭിരക്ഷിതം. ഇങ്ങനെ മഹാരഥന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മളുടെ 17-ാം അക്ഷൗഹിണിപ്പടയിൽ ഭീഷ്മപരമാത്മാ, കർണൻ, വികർണൻ, ഇങ്ങനെ എല്ലാവരാലും നയിക്കപ്പെട്ട ഈ യുദ്ധം അവർ ഒന്നുമല്ല നമ്മുടെ മുമ്പിൽ. പാണ്ഡവസേന ഒന്നുമല്ല. എത്ര വിഡ്ഢിയാണ് അദ്ദേഹം നോക്കുന്നത്. പാണ്ഡവസേനയുടെ പ്രധാന കണ്ണി ആരാണ്? സാക്ഷാൽ ഭഗവാൻ. അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് ഇയാൾ പറയണേ പാണ്ഡവസേന നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. ഇതിലധികം വിഡ്ഢിത്തം ലോകത്ത് വേറെ വല്ലതുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇനി അർജുൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, സേനയോർമയോർമധ്യേ രഥം സ്ഥാപയമച്യുത യാവദേവാൻ നിരീക്ഷേഹം യുദ്ധു കാമാനവസ്ഥിതാൻ കർമ്മിയാസകയോത അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യേതെത്ര സമാഗത ദാത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയശീർഷവ. സഞ്ജയോനുവച ഏവമുക്തകൃഷീകേശോ ഗൂഢാകേശ ഭാരതാം സേനയോരുർമയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖ സർവേഷാം ഛാമകീഷിതാം വാചാപാത്തവസീതാൻ സമവേതാൻ കുരൂതിരി. അർജുനൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പാർത്ഥസാരഥിയോട് പറയണ്ടായി, എന്താ ഈ രണ്ട് സേനകൾക്കും മധ്യേ എൻ്റെ രഥമൊന്ന് കൊണ്ട് നിർത്തണം, എനിക്ക് രണ്ട് വശത്തും നിൽക്കുന്നവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തേരാളിയാണ്, പറഞ്ഞു കേട്ടേ പറ്റൂ. കൊണ്ട് നിർത്തി. മൂപ്പര് ഒരു ചിരി കഴിച്ചു. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയ ശേഷം അർജുൻ പിന്നെ ഈ സഞ്ജയൻ പറഞ്ഞു കൊടുക്കണം അർജുനോട്. സഞ്ജയൻ ദുഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമവസിതം സീദന്തി മമ ഗത്താണി മുഖം ച പരിശുഷ്യതേ വേവതുച്ച ശരീരേ മേ രോമഘർഷച്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതം ഭ്രമതീമ ച മേ മനഃ നിമിത്താനി ത പശ്യാമി വിപരീതാനി കേശവാം. അല്ലയോ കേശവ. അദ്ദേഹം ഇങ്ങനെ നിന്ന് 4 ഭാഗം നോക്കിയ ശേഷം കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കേശവ, അതെന്താ സംഭവിക്കുന്നത്? ഞാൻ ഇത്രയധികം പ്രതീക്ഷിക്കാത്തതാണല്ലോ. ആ ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ എൻ്റെ ഗുരുക്കൾ, സഹോദരന്മാർ, എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഗുരുക്കന്മാർ, ആചാര്യന്മാർ, പിതാക്കന്മാർ, ഇങ്ങനെ യോദ്ധാക്കന്മാർ, എന്നെക്കാളും എത്രയോ വലിയ ആൾക്കാർ, പൂജിതന്മാരാണ് എല്ലാവരും. ഇവരെയെല്ലാം കൊന്നിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകണം കൃഷ്ണ? എനിക്ക് വയ്യ, എനിക്കിത് കാണാനേ വയ്യ, എന്നെ ഇവിടെ നിന്ന് മാറ്റിയേക്കൂ എന്ന് അദ്ദേഹം നിലവിളി കൂട്ടാൻ തുടങ്ങി. കൃഷ്ണൻ ചിരിച്ചു. പാർത്ഥസാരഥി ഒരു ചിരി. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല ഇതിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൃഷ്ണൻ ചിരിച്ചാൽ നമ്മൾ പേടിക്കണം. ഞാൻ അങ്ങനെയാണ് പതിവ്. എന്താ വെച്ചാൽ അതിൽ കള്ളകൃഷ്ണനാണ്. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടേ ചിരിക്കുള്ളൂ. ഇവിടെയും അത് തന്നെ സംഭവിച്ചത്. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുന, എന്ത് വിഡ്ഢിത്ത പറയണേ നീ? ഇത് നീ യുദ്ധം നിശ്ചയിക്കും മുമ്പ് പറയേണ്ടതല്ലേ
എന്നാൽ ഇത് വേണ്ട വെച്ചിരിക്കുകയല്ലോ. താനൊരു യോദ്ധാവാണോ? യുദ്ധത്തിൽ ക്ഷത്രിയ ധർമ്മം എന്താണ്? യുദ്ധം. ആ ധർമ്മത്തിൽ നിന്ന് നീ പിന്മാറണം. ഇത് നീ പണ്ടേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടേ വന്നിരുന്നല്ലേ ഈ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതിനപേക്ഷ അപ്പോൾ അർജുനൻ വീണ്ടും പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യ, ഗാന്ധീവം സംസദീഹസ്ത, എൻ്റെ കയ്യിൽ നിന്ന് ഗാന്ധീവം താഴ്ത്തു വീഴുന്നു. ഞാൻ എന്തു ചെയ്യും? ശരീരമാകെ രോമാഞ്ചം വരുന്നു, വേർപ്പ് വരുന്നു, തല തിരിയുന്നു, കണ്ണു കാണുന്നില്ല, ശരീരം വിറയ്ക്കുന്നു, കാലുകൾ വിറയ്ക്കുന്നു, കൈകൾ വിറയ്ക്കുന്നു, ചെവിയിൽ നിങ്ങൾ ആരും എന്തു പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല. എനിക്ക് വയ്യ കൃഷ്ണ, ഞാൻ ഈ യുദ്ധം ചെയ്യില്ല, എനിക്ക് രാജ്യം വേണ്ട. രാജ്യം ഞാൻ സുഖാനിച്ച, എനിക്ക് യാതൊരു ഇത്രയും ആൾക്കാരെ കൊന്ന് കിട്ടുന്ന രാജ്യം കൊണ്ട് ഞാൻ എന്ത് നേടാൻ പോകുന്നു? ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഗുരുക്കന്മാരെ കൊല്ലുന്നത് പാപമാണ്. ആ പാപമാണെന്ന് ഞാൻ അറിയും. പക്ഷെ അവരറിഞ്ഞില്ലെങ്കിൽ കൂടിയും അവരെൻ്റെ ജ്യേഷ്ഠന്മാരാണ്. അവരിത് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും ഞാൻ ആ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. ഞാൻ അവരുടെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ഈ രാജ്യം വേണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. പാണ്ഡവന്മാരുടെ പേരിൽ ഇങ്ങനെ ഒരു കറ സംഭവിക്കാൻ പാടില്ല. എനിക്ക് വയ്യ കൃഷ്ണ, എന്നെ വിട്ടേക്കൂ, അല്ലെങ്കിൽ എനിക്ക് നല്ലത് ഉപദേശിച്ചു തരൂ, എന്താണ് എന്ന് പറഞ്ഞ് വേവതുച്ച ശരീരമേ ലോമഹർഷച്ച ജായതേ ഗാന്ധീവം സംസദേ ഹസ്താത് തച്ചൈവ ജരുരക്യതേ കഥം ന ജ്ഞേയമസ്മാമി പാപാതസ്മാൻ നിവർത്തിയം കുലക്ഷയകഥം ദോഷം പ്രവശ്യഭ്യജനാനാം. കുലക്ഷയം സംഭവിക്കും. കഥം ന ജ്ഞേയമസ്മാമി പാപാതസ്മാൻ നിവർത്തിയം. കുലക്ഷയം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും ഉണ്ടാവില്ല. അത് തന്നെ കുലം മുഴുക്ക നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? ഒന്നുമില്ല, റെസിഡ്യൂ, ഓൺലി റെസിഡ്യൂ. അങ്ങനെ ഒരു കുലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് കിട്ടാൻ എന്താവണം? യാതൊന്നുമില്ല. ഒരു രാജ്യത്തെ കോടിക്കണക്കിലെ ആൾക്കാരെ, ലക്ഷക്കണക്കിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രാജ്യം ഉണ്ടാവുള്ളൂ. കുടുംബത്തിൽ ആൾക്കാരുണ്ടെങ്കിലല്ലേ കുടുംബം ഉണ്ടാവുക. ആ കുടുംബത്തിൽ ആരുമില്ല, ഒരാൾ മാത്രമായാൽ എന്താ ചെയ്യുക? അപ്പോൾ ഈ കുടുംബത്തിലുള്ളൊരു ദുഷ്ടന്മാരായിക്കോട്ടെ, അർജുനൻ പറയുന്ന അതാണ്, ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഈ പാപം, ഈ യുദ്ധത്തിൽ നശിക്കപ്പെട്ട കിട്ടുന്ന പാപം എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർ യുദ്ധം ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്കതറിയും. യുദ്ധത്തിൻ്റെ പരിണാമവും പാപം എന്താണെന്നും ഞങ്ങൾക്കറിയും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല. ഇനിയിപ്പോൾ അവർ യുദ്ധം ചെയ്ത് ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ കൂടിയും ഞാനതിൽ സന്തുഷ്ടനാണ്. ഞങ്ങളതിൽ, പാണ്ഡവരതിൽ സന്തുഷ്ടനാണ്. അവർക്ക് പാപത്തിനെ പറ്റി അറിയില്ല, ഞങ്ങൾക്ക് പാപത്തിനെ പറ്റി അറിയും. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഭഗവാൻ കൃഷ്ണ, എനിക്ക് വയ്യ കൃഷ്ണ എന്ന് പറഞ്ഞ് രഥത്തിൻ്റെ താഴത്ത് അങ്ങനെയിരുന്നു. ഏവമുക്താർജുനസംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സസരം ചാപം ശോകസംവിഘ്നമാനസ. അങ്ങനെ അദ്ദേഹം വേർത്ത്, ശരീരം മുഴുവൻ വിഴർത്ത്, തലയിലുണ്ടായിരുന്ന കിരീടം താഴ്ത്ത് വെച്ച്, ഗാന്ധീവം താഴ്ത്ത് വെച്ച്, ഇനി ഒരു ഇതുമില്ല പറഞ്ഞിട്ട് രഥത്തുനിന്ന് താഴെ ഇറങ്ങി ശ്രീകൃഷ്ണൻ്റെ കാല് പിടിക്കുന്ന പോലെ അപേക്ഷിച്ചുകൊണ്ട് തലതിരിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിനെ ഇങ്ങനെ പറയാൻ കാരണം.